ലോഗോസ് ക്യൂസ് 2024 പഠനഭാഗമായ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 11 ഭാഗം 2. ചോദ്യം 1. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞു തുടങ്ങിയത് എന്ത്? ഉത്തരം: ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ചോദ്യം 2. ഈ ദുഷിച്ച തലമുറ എന്തന്വേഷിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: അടയാളം. ചോദ്യം 3. അടയാളം അന്വേഷിക്കുന്ന ഈ ദുഷിച്ച തലമുറയ്ക്ക് എന്തല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: യോനായുടെ അടയാളമല്ലാതെ. ചോദ്യം 4. നിനവേക്കാർക്ക് അടയാളമായിരുന്നത് ആര്? ഉത്തരം: യോന. ചോദ്യം 5. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നത് പോലെ ഈ തലമുറയ്ക്ക് ആര് അടയാളമായിരിക്കും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ. ചോദ്യം 6. ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം വിധി ദിനത്തിൽ ആര് ഉയർപ്പിക്കപ്പെടും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ദക്ഷിണദേശത്തെ രാജ്ഞി. ചോദ്യം 7. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോട് ഒപ്പം ഉയർപ്പിക്കപ്പെടുകയും എന്ത് ചെയ്യുമെന്ന് ആണ് യേശു പറയുന്നത്? ഉത്തരം: ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. ചോദ്യം 8. ദക്ഷിണദേശത്തെ രാജ്ഞി എന്തിനു വേണ്ടി ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ. ചോദ്യം 9. എന്നാൽ ഇതാ ഇവിടെ ആരെക്കാൾ വലിയവൻ എന്നാണ് യേശു ആദ്യം പറയുന്നത്? ഉത്തരം: സോളമനേക്കാൾ. ചോദ്യം 10. ദക്ഷിണദേശത്തെ രാജ്ഞിക്ക് പുറമെ വിധി ദിനത്തിൽ ഈ തലമുറയുടെ കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത് ആര്? ഉത്തരം: നിനവേ നിവാസികൾ. ചോദ്യം 11. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയെ കുറ്റം വിധിക്കുകയും ചെയ്യുമെന്ന് യേശു പറയുന്നതിന്റെ കാരണമെന്ത്? ഉത്തരം: യോനായുടെ പ്രസംഗം കേട്ട് നിനവേ നിവാസികൾ പശ്ചാത്തപിച്ചു. ചോദ്യം 12. വിളക്ക് കൊളുത്തി എവിടെ വെക്കാറില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിലവറയിലോ പറയുടെ കീഴിലോ. ചോദ്യം 13. വിളക്ക് കൊളുത്തി എവിടെ വെക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പീഠത്തിന്മേൽ. ചോദ്യം 14. വിളക്ക് കൊളുത്തി എല്ലാവരും പീഠത്തിന്മേൽ വെക്കുന്നതിന് കാരണമെന്ത്? ഉത്തരം: അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ. ചോദ്യം 15. ശരീരത്തിന്റെ വിളക്ക് എന്താണ്? ഉത്തരം: കണ്ണ്. ചോദ്യം 16. ശരീരം മുഴുവൻ പ്രകാശിക്കുന്നത് എപ്പോൾ? ഉത്തരം: കണ്ണ് കുറ്റമറ്റതെങ്കിൽ. ചോദ്യം 17. ശരീരം മുഴുവൻ ഇരുണ്ടു പോകുന്നത് എപ്പോൾ? ഉത്തരം: കണ്ണ് ദുഷിച്ചതെങ്കിൽ. ചോദ്യം 18. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. അതുകൊണ്ട് എന്ത് സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ. ചോദ്യം 19. ഭക്ഷണത്തിന് മുൻപ് യേശു എന്തു ചെയ്യാത്തതിനെ പറ്റിയാണ് ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടത്? ഉത്തരം: കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി. ചോദ്യം 20. ഫരിസേയർ എന്തെല്ലാം കഴുകി വെടിപ്പാക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം. ചോദ്യം 21. നിങ്ങളുടെ അകം എപ്രകാരം നിറഞ്ഞിരിക്കുന്നു എന്നാണ് യേശു ഫരിസേയനോട് പറയുന്നത്? ഉത്തരം: കവർച്ചയും ദുഷ്ടതയും കൊണ്ട്. ചോദ്യം 22. എങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് എന്ന് യേശു പറയുന്നത്? ഉത്തരം: ഭോഷന്മാരെ. ചോദ്യം 23. എന്ത് ദാനം ചെയ്യുവിൻ എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിങ്ങൾക്കുള്ളവ. ചോദ്യം 24. നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ എന്ത് ലഭിക്കും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. ചോദ്യം 25. നിങ്ങൾ എന്തെല്ലാം ചെടികളുടെ ദശാംശം കൊടുക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും. ചോദ്യം 26. നിങ്ങൾ എന്തവഗണിച്ചു കളയുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ദൈവത്തിന്റെ നീതിയും സ്നേഹവും. ചോദ്യം 27. നിങ്ങൾ എന്ത് അഭിലഷിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും. ചോദ്യം 28.
എന്തുപോലെയാണ് നിങ്ങൾ എന്നാണ് 44 വാക്യത്തിൽ യേശു ഫരിസേയരോട് പറയുന്നത്. ഉത്തരം: കാണപ്പെടാത്ത കുഴിമാടങ്ങൾ. ചോദ്യം 29: എന്തിന്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നില്ല എന്നാണ് യേശു പറയുന്നത്. ഉത്തരം: കാണപ്പെടാത്ത കുഴിമാടങ്ങളുടെ മീതെ. 30: ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? ഉത്തരം: നിയമജ്ഞരിൽ ഒരാൾ. ചോദ്യം 31: നിയമജ്ഞർ മനുഷ്യരുടെ മേൽ എന്ത് കെട്ടിയേൽപ്പിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: താങ്ങാനാവാത്ത ചുമടുകൾ. ചോദ്യം 32: താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്ന നിങ്ങൾ എന്തുപോലും അനക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും. ചോദ്യം 33: നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച ആർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു എന്നാണ് യേശു നിയമജ്ഞരോട് പറയുന്നത്? ഉത്തരം: പ്രവാചകന്മാർക്ക്. ചോദ്യം 34: നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറകൾ പണിയുന്നത് വഴി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. ചോദ്യം 35: ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആര്? ഉത്തരം: ദൈവത്തിന്റെ ജ്ഞാനം. ചോദ്യം 36: ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ എന്ത് ചെയ്യുമെന്നാണ് ദൈവത്തിന്റെ ജ്ഞാനം പറയുന്നത്? ഉത്തരം: പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ചോദ്യം 37: എപ്പോൾ മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെ രക്തത്തിനാണ് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരിക? ഉത്തരം: ലോകാരംഭം മുതൽ. ചോദ്യം 38: ആര് മുതൽ ആര് വരെയുള്ള പ്രവാചകന്മാരുടെ രക്തത്തിനാണ് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരിക? ഉത്തരം: ആബേൽ മുതൽ സഖറിയ വരെയുള്ളവരുടെ. ചോദ്യം 39: സഖറിയ എവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച്. ചോദ്യം 40: വിജ്ഞാനത്തിന്റെ താക്കോൽ ആര് കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിയമജ്ഞർ. ചോദ്യം 41: വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്ന നിയമജ്ഞർ എന്ത് ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ചോദ്യം 42: യേശു അവിടെ നിന്ന് പോകവേ ആരെല്ലാമാണ് കോപാകുലരായി പല കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിച്ചത്? ഉത്തരം: നിയമജ്ഞരും ഫരിസേയരും. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് യേശുവിനെ ക്ഷണിച്ചത് ആര്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുമല്ലോ. നന്ദി.